അസ്സലാമു അലൈക്കും. ഈ ഒരു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, നിങ്ങളെല്ലാവരും ഇവിടെ വെച്ച് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഇങ്ങനത്തെ ഒരു വേദി എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് എനിക്കിങ്ങനെ കിട്ടുന്നത്. താങ്ക് യു സോ മച്ച്. എൻ്റെ കൂടെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, അവർക്കും അസ്സലാമു അലൈക്കും. പിന്നെ ഈ ഒരു നമ്മളുടെ ടോപ്പിക്ക് കാലം എന്നാണ്. സമദാനി സാറ് പറഞ്ഞ പോലെ കാലം ഒന്നേ ഉള്ളൂ. പക്ഷേ കാലത്തിനനുസരിച്ച് പുരോഗമനം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ഒരു നോളജും കാര്യങ്ങളും വർദ്ധിക്കേണ്ടതുണ്ട്. അപ്പം എൻ്റെ ഒരു ഡ്രീം 10ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയതാണ്, ഒരു പൈലറ്റ് ആവുക എന്നുള്ളൊരു സ്വപ്നം. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ നിന്ന് ഉമ്മാനോടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ എനിക്കൊരു പൈലറ്റ് ആവണം എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം അത് സാധിക്കുമോ ഇല്ലേ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്, പിന്നെ ഒരു ഉസ്താദിൻ്റെ മോളുമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ആവാൻ പറ്റുമോ ഇല്ലേ എന്നായിരുന്നു എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മ പറഞ്ഞു, ആദ്യം നീ 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ, 10ാം ക്ലാസ് പഠിക്കുക, എന്നിട്ട് നമുക്ക് +1 +2 കഴിഞ്ഞിട്ട് അതിൻ്റെ പാതയിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ ഒരു പൈലറ്റ് ആവുകയെന്ന് എനിക്കറിയില്ല. ആ ഒരു സമയത്ത് ഇങ്ങനെ ഇത്തിരി റീൽസും ഒക്കെ കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഭയങ്കര ഇതൊന്നുമല്ല, ഫേമസ് ഒന്നുമല്ല, പക്ഷെ എന്നാലും ഈ ഞാൻ വല്ലാതെ യൂസ് ചെയ്യാറൊന്നുമില്ല. പക്ഷെ അതിൽ ഇത്തിരി വീഡിയോസൊക്കെ കാണും. പക്ഷേ എങ്ങനെ ഒരു പൈലറ്റ് ആവുക എന്നുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊന്നും എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഗൂഗിളിൽ തന്നെ കുറേ അന്വേഷിച്ചിട്ടും, പിന്നെ അതിൽ കുറേ ഇപ്പം നമ്മൾ കേരളത്തിൽ യങ്ങസ്റ്റ് SPL ഹോൾഡർ ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട്, നിലോഫർ മുനീർ എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അവൾ +1 നിന്നാണ് അവൾക്ക് SPL ലൈസൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനതൊരു വാർത്ത ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. എന്നിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് അവളുടെ പേര് പോയി സെർച്ച് ചെയ്ത്, എന്നിട്ട് അവളോട് പേഴ്സണലി കുറേ ഡൗട്ട്സ് ചോദിച്ച്, എനിക്കിങ്ങനെ പൈലറ്റ് ആവണം, ഇതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു. അപ്പോൾ പൈലറ്റ് ട്രെയിനിങ്ങും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ +1ഉം +2ഉം കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം +1 +2 തന്നെ അത്യാവശ്യം നല്ലോണം പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു പൈലറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവളിപ്പോൾ CPL ലൈസൻസ് കഴിഞ്ഞിട്ടുണ്ട്. അവൾ ഇന്ത്യയിലും ഫ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ പോയി. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് CPL ലൈസൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ പൈലറ്റ്സിൻ്റെ അടുത്തു നിന്നാണ് എനിക്ക് ഈ ഒരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 +2 വേണം, സയൻസ് വേണം, അതായത് ഫിസിക്സും മാത്സും നിർബന്ധമാണ് നമ്മളുടെ ഇന്ത്യയിൽ. ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ ഒരു പൈലറ്റ് ആവാൻ ഫിസിക്സും മാത്സും നിർബന്ധമില്ല. അപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ ഫിസിക്സ് മാത്സ് നിർബന്ധമായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ സയൻസ് എടുത്തു. സയൻസ് എടുക്കാൻ വേറൊരു കാരണമുണ്ട്, സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഏത് ഫീൽഡിലേക്ക് പോകാൻ പറ്റും. പിന്നെ എൻ്റെ കുറച്ച് ആൾക്കാരൊക്കെ പറയലുണ്ട് സയൻസ് ഭയങ്കര ടഫായിട്ടുള്ളൊരു ഈ സാധനമാണ്, കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതെടുത്തോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ സയൻസ് എടുത്ത്, കാരണം എനിക്ക് പൈലറ്റ് ആവുമെന്ന് ഉറപ്പില്ല. പക്ഷേ ഇനി അഥവാ പൈലറ്റ് ആയിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖല തിരഞ്ഞെടുത്ത് പോകണ്ടേ, എനിക്കവിടെ പൈലറ്റേ ഉള്ളൂ മനസ്സിൽ. അപ്പോൾ ഇനിയിപ്പോൾ പൈലറ്റ് ആവാൻ പറ്റിയിട്ടില്ല, വേറെ എന്തെങ്കിലും മേഖല എടുത്ത് പോകാമല്ലോ വിചാരിച്ചിട്ട് സയൻസ് എടുത്തു. അതിൽ എല്ലാ വിഷയത്തിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല മാർക്ക് വാങ്ങി. അതിനുശേഷം ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇങ്ങനെ പൈലറ്റ് ട്രെയിനിങ്ങിന് ആദ്യം തിയറി പഠിക്കണം, തിയറി പഠിച്ചിട്ട് എക്സാംസൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. DGCA ഗവൺമെൻറ്റിൻ്റെ എക്സാംസ് തന്നെയാണ്, സിവിൽ ഏവിയേഷൻ. അപ്പോൾ ആ എക്സാംസൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫ്ലൈങ്ങിന് പോകുന്നത് ഏറ്റവും നല്ലത്. എക്സാം ക്ലിയർ ചെയ്യാതെ നമുക്ക് ഫ്ലൈങ്ങിന് പോകാൻ പറ്റും. പക്ഷെ അവിടെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈങ്ങിൽ തന്നെ നമുക്ക് അത്യാവശ്യം പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് എങ്ങനെ ഓട്ടണം മാത്രം പഠിച്ചാൽ മതിയില്ല, അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഹേബിൾ പറഞ്ഞ മാതിരി ഫിസിക്സ് പ്രിൻസിപ്പിളൊക്കെ, കുറേ ബെർണോളിസ് പ്രിൻസിപ്പിളൊക്കെ വെച്ചിട്ടാണ് ഒരു ഫ്ലൈറ്റ് പറത്തുന്നത്. ഈ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കുന്ന തന്നെ ഓരോ ബേർഡ്സിൻ്റെ ഓരോ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും കണ്ടിട്ട് ആ ഒരു വിങ്സും. അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഫ്ലൈറ്റിൻ്റെ വിങ് കണ്ടിട്ടുണ്ടാവും, ഈ വിങ്ങിനൊരു പ്രത്യേക ഒരു ഷേപ്പാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പ് കാരണത്താൽ തന്നെ ഫ്ലൈറ്റിൻ്റെ മുകളിലത്തെ ഭാഗത്തു കൂടെ കുറേ നല്ലോണം എയർ പോവും. ഓക്കെ, കുറേ എയർ പോകുന്ന സമയത്ത് അവിടെ ലോ പ്രഷർ ആയിരിക്കും. പിന്നെ വിങ്ങിന് താഴെ കുറച്ച് എയറേ പോവുള്ളൂ വെൻ കമ്പയർ ടു മുകളിലത്തെ ഏരിയയിൽ. അപ്പോൾ താഴെ പോകുന്ന എയർ ഇത്തിരി പോകുന്നതുകൊണ്ട് തന്നെ അവിടെ ഹൈ പ്രഷർ ആയിരിക്കും. ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രകാരം ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും, അപ്വേർഡ് മൂവ്മെൻറ്റ്. അതിനാണ് ഈ ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ലിഫ്റ്റ് ഉണ്ടായതുകൊണ്ടാണ്
ഇങ്ങനെ ഒരു ഫ്ലൈറ്റൊക്കെ പോകുന്നത്. ബെർണോളിസ് പ്രിൻസിപ്പിളൊക്കെ സിമ്പിളാണ്, സയൻസ് ടഫാണ്, പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രസ്റ്റോടു കൂടി പഠിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് നമുക്ക് തോന്നും. പിന്നെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ChatGPT സബ്സ്ക്രിപ്ഷൻ ആരും ചെയ്യാത്തത്. ഞാൻ ChatGPT യൂസ് ചെയ്യുന്ന ആളാണ്, പക്ഷേ സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. കാരണം നമുക്ക് ChatGPT തന്നെ അത്യാവശ്യം ഒരു ദിവസം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു ഇതുണ്ട്. ഞാനൊരു പ്രാവശ്യം എനിക്ക് ചില സമയത്ത് മനുഷ്യന്മാരുടെ ഇതാണല്ലോ, ചില സമയത്ത് നമുക്ക് ഭയങ്കര ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ദിവസം തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ച് പിന്നെ അവസാനം ലിമിറ്റ് എത്തി. പിന്നെ അവർ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തോളി പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ നാളെ നോക്കാൻ വിചാരിച്ചിട്ട് പൈസ വെറുതെ പോക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ChatGPTക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, അത്ര ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫിസിക്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ +1 +2 സയൻസ് എടുത്തു കഴിഞ്ഞു. പിന്നെ എക്സാം ക്ലിയർ ചെയ്തു. എക്സാം ഞാൻ 4 ആയിരുന്നു ഫസ്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ടഫായിട്ട് എനിക്ക് തോന്നി, കാരണം ഈ ഒരു +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഇത് പോയതുകൊണ്ട് തന്നെ എൻജിനീയർ ലെവൽ ഇത്തിരി പഠിക്കാനുണ്ട്. അതായത് ഒരു ഫ്ലൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുക, അതിൻ്റെ പാർട്സും കാര്യങ്ങളും, പിന്നെ ഈ ഫിസിക്സ് ലോജിക്കും വെച്ചിട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതുമല്ല മെറ്ററോളജി, ഒരു പൈലറ്റ് എന്ന് പറയുമ്പം ഒരു ഫ്ലൈറ്റ് ഓട്ടം മാത്രം പഠിച്ചാൽ പോരാ, ആ ഫ്ലൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ ഓരോരോ പാർട്സും കാര്യങ്ങളും, പിന്നെ നമ്മൾ ജോഗ്രഫിക്കലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്, ഭൂമിൻ്റെ കാലാവസ്ഥനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറേ റൂൾസ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പൈലറ്റ് ആവുക എന്ന് പറയുമ്പോൾ ഒരു മെട്രോളജിസ്റ്റ് ആവേണ്ടി വരും. പിന്നെ ചെറിയൊരു ഡോക്ടർ ചെറുങ്ങനെ കൂടെ ഉണ്ട്, കാരണം ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ മെൻ്റലി നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരും, ഫിസിക്കലി കുറേ പ്രശ്നങ്ങൾ വരും. പിന്നെ അതേപോലെ തന്നെ നൈറ്റിലൊക്കെ നമ്മളിപ്പം റോട്ടിൽ കൂടെ വണ്ടിയൊക്കെ ഓട്ടുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ഒരുമാതിരി ബുദ്ധിമുട്ടല്ലേ രാത്രിയൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ ഫ്ലൈറ്റ് ഓട്ടുന്ന സമയത്ത് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനത്തെ ഹ്യൂമൻ പെർഫോമൻസ് പറഞ്ഞ വേറൊരു സബ്ജക്റ്റും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഒരു ലോയർ ആവണം, മെട്രോളജിസ്റ്റ് ആവണം, പിന്നെ അതേപോലെ തന്നെ ഒരു എഞ്ചിനീയർ ആവണം. ഇതൊക്കെ ആയിട്ടാണ് ഒരു പൈലറ്റ് ആവുക. ഞാൻ വിചാരിച്ചു പൈലറ്റ് ആവെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് മാത്രം ഓട്ടി ഇതാക്കിയാൽ മതിയല്ലോ, ഭയങ്കര സിമ്പിളാണെന്ന് വിചാരിച്ച വ്യക്തിയായിരുന്നു. പക്ഷെ എനിക്ക് പൈലറ്റ് അല്ലാതെ വേറൊരു ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് പഠിച്ചപ്പോൾ ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മ എന്നെക്കൊണ്ട് പറ്റണില്ല, ഇത് അത്യാവശ്യം നല്ല പഠിക്കാനുണ്ട്. പിന്നെ ഉമ്മ പറഞ്ഞ് ഇതാണ് മൊത്തം ഫുൾ ഇംഗ്ലീഷാണ്, അപ്പോൾ ഇത് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷാണ് ഞാൻ പഠിക്കുന്നത്, ഓക്സ്ഫോർഡ് ബുക്സ് ഉണ്ട് പൈലറ്റ്സിന് ATPLൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കാണോ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഉമ്മ പറഞ്ഞു അതൊക്കെ ട്രാക്കിൽ കയറിക്കോളും, ടൈം എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒറ്റക്കൊക്കെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ച് എക്സാം എനിക്ക് മാക്സിമം ക്ലിയർ ചെയ്യാൻ പറ്റി. 4 സബ്ജക്റ്റ് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫ്ലൈയിങ്ങിന് പിന്നെ പോയത്. ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു ഫ്ലൈയിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏകദേശം 100 മണിക്കൂറിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ കുറച്ച് അതായത് ഞാൻ ഡിസംബർ 8 ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. പോകണം ഇൻഷാല്ലാ, ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആകുമ്പം ഇൻഷാല്ലാ പോകണം. അപ്പോൾ ഇതുവരെ 100ൻ്റെ അടുത്തായിട്ടുള്ളത്. ഇനി 200 മണിക്കൂർ കംപ്ലീറ്റ് ആയാലേ ഒരു CP ലൈസൻസ് കിട്ടുള്ളൂ, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. ഈ നമ്മളുടെ ഇന്ത്യയിൽ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്, ഞാനിപ്പോൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസിൻ്റെ ഒരു സ്റ്റേജാണ്, ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്കൊരു പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസിൻ്റെ ആവശ്യമില്ല, കാരണം ഞാൻ CPL പഠിക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ കുറച്ച് പൈസ കൊടുത്തിട്ട് അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും വേറെ ഉണ്ടാവും. അപ്പോൾ അതിനാവശ്യമില്ല. അതായത് ചെറിയൊരു ലൈസൻസിനായിട്ട് വലിയ ലൈസൻസിനല്ല നമ്മൾ പഠിക്കുന്നത്, അപ്പോൾ ചെറിയ ലൈസൻസിൻ്റെ ആവശ്യമില്ല. പക്ഷേ പുറത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ് കൊടുക്കും, പിന്നെയാണ് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് വരിക, പിന്നെയാണ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് വരിക. നമ്മളുടെ അങ്ങനെയല്ല, നമ്മളുടെ ആദ്യം സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ്, അത് കഴിഞ്ഞിട്ട് നേരെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിലോട്ടാണ് പോവുക. അപ്പോൾ പിന്നെ ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറേ ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരുന്നു. അതായത് എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടു തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കണം, പെട്ടെന്ന് പഠിച്ചില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇതിന്നിട്ട് ഫ്ലൈറ്റ് ഫസ്റ്റ് എയർ എക്സ്പീരിയൻസ് ഉണ്ടാവുക. അതായത് നമ്മളുടെ അടുത്ത് ഇൻസ്ട്രക്ടർ ഉണ്ടാവും, സാറായിരിക്കും ഓടിക്കുക ഫ്ലൈറ്റ്. നമ്മൾ ജസ്റ്റ് സാറ് പറയും നീ സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കോ, എങ്ങനെ ഫ്ലൈ ചെയ്യുന്ന ഒരു എയർ എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ അങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കി ഏരിയാസൊക്കെ മനസ്സിലായി. അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു വീഡിയോ ആയിരുന്നു വൈറലായിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറേ ആളുകൾ വിചാരിച്ചതൊരു സോളോ ഫ്ലൈയിങ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സോളോ അല്ല, ഡ്യുവൽ തന്നെയാണ്. ഡ്യുവൽ എന്ന് പറയുമ്പം ഇൻസ്ട്രക്ടറും ഞാനും. അതൊരു ഫസ്റ്റ് എയർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് എൻ്റെ ലൈഫിലത്.
അതിനുശേഷം എനിക്ക് കുറേ സ്ട്രഗിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ എത്രത്തോളം ഡിഫറെൻറ്റ് ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നു അതിന് മാത്രം സ്ട്രഗിൾസ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പം എൻ്റെ ലൈഫിലിപ്പം ഫൈനാൻഷ്യലി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ പല ഇതിലും എനിക്ക് ഇത് വന്നിട്ടുണ്ട്. കുറേ സ്ട്രഗിൾസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ അവസാനം കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടട്ടെ, നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. പിന്നെ അങ്ങനെ ഇത്രയും മണിക്കൂർ ഇനി കംപ്ലീറ്റ് ചെയ്യണം, 200 മണിക്കൂർ. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ എക്സാംസ് ഉണ്ടായിരുന്നു, എക്സാംസ് എഴുതി, അതും പാസ്സായി അൽഹംദുലില്ലാ. ഇനിയിപ്പം വേറെ എക്സാംസ് ഒന്നുമില്ല, ഫുൾ ക്ലിയർഡാണ്. ഇനി 200 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ ഒരു ഫ്ലൈയിങ് എന്ന് പറയുമ്പം എല്ലാവരും വിചാരിക്കും ആദ്യം തന്നെ ഒറ്റക്ക് ഓട്ടുകയെന്നോ. ഒറ്റക്കല്ല ഓട്ടുക, ആദ്യം ഇൻസ്ട്രക്ടറിനോട് പറക്കും, എന്നിട്ട് നമുക്ക് ഓരോ ചെക്സുകളുണ്ടാവും. അപ്പോൾ ആദ്യം സോളോ ചെക്സ് ഉണ്ടാവും. ഫസ്റ്റ് സോളോ ചെക്ക്, അത് നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും പിന്നെ ശരിക്കും ഫ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻസ്ട്രക്ടറിനും കൂടെ ഒരു ധൈര്യം തോന്നണം. ഓക്കെ, ഇവളെടുത്ത് ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ അവൾ സേഫായിട്ട് വരുമെന്ന് ഉള്ള ആ ഒരു മനോധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്ക് ഫ്ലൈറ്റ് തരുള്ളൂ. അപ്പം അത് ഓരോ കുട്ടികളും ചിലപ്പം 20 മണിക്കൂറാകുമ്പോഴായിരിക്കും ആ ഒരു ധൈര്യം ഉണ്ടാവുക, ചിലപ്പം 25 ചിലപ്പോൾ 30 ചിലപ്പോൾ 35 40 മണിക്കൂറായിരിക്കും. അപ്പോൾ അത് ഓരോ ആളുകളുടെയും ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ എൻ്റെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം 30 മണിക്കൂറായ സമയത്ത് എനിക്ക് സോളോ കിട്ടി. അത് അത്രയും ഡിലേ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈയിങ് സ്കൂൾ ഇത്തിരി പ്രശ്നം ഉണ്ടായത്, കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, അത് സ്വാഭാവികമാണ്. ഇത്തിരി പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് തന്നെ 1 മാസമൊക്കെ ഇങ്ങനെ ഫ്ലൈയിങ് കിട്ടാതെ ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലൈ ചെയ്താലേ നമ്മൾ പെട്ടെന്ന് പഠിക്കുകയുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 10-12 ഇൻസ്ട്രക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ ഫ്ലൈ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ടീച്ചേഴ്സ് മാറുന്നതിനനുസരിച്ചും ഓരോ ടീച്ചേഴ്സിൻ്റെയും ടെക്നിക്സ് അല്ലെങ്കിൽ സ്വഭാവം മാറ്റം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ അവരുടെ സ്വഭാവം കൂടെ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം ഞാൻ കുറേ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സ്വഭാവവും അവരുടെ ടീച്ചിങ് സ്റ്റൈലൊക്കെ പഠിക്കാൻ ഇത്തിരി ടൈം എടുത്ത്. പക്ഷേ അൽഹംദുലില്ലാ സോളോ കിട്ടി. പിന്നെ നമുക്ക് സോളോ 100 മണിക്കൂറും പിന്നെ അതായത് ഒറ്റയ്ക്ക് വിമാനം 100 മണിക്കൂർ ഓട്ടണം. പിന്നെ ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ 100 മണിക്കൂർ ഓട്ടണം. അതാണ് നമ്മളുടെ ഈ ഒരു CPA ലൈസൻസ് കിട്ടാനുള്ള റിക്വയർമെൻറ്റ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തുടങ്ങി പകുതിയിലാണ്. പിന്നെ ഇവിടുന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വേദിയിൽ ഇരിക്കാൻ കാരണം തന്നെ നിങ്ങൾ ജനങ്ങളാണ്, പ്രത്യേകിച്ചും MSFൻ്റെ ഭാരവാഹികളൊക്കെ. പിന്നെ തങ്ങന്മാരൊക്കെ എന്നെ പ്രത്യേകിച്ച് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അബ്ബാസ് അലി തങ്ങളും സാദിഖ് അലി ഷിഹാബ് തങ്ങളും മുനവർ തങ്ങളും ഒക്കെ എനിക്ക് ഫ്ലൈറ്റ് ഉപഹാരമായിട്ട് തന്നതും പിന്നെ കൈനീട്ടം തന്നതും. കൈനീട്ടം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഞാൻ അത് എടുത്തു വെച്ചേക്കാണ്. തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്യരുതിട്ടാ, ഇത് എൻ്റെ കയ്യിൽ തന്നെ വെക്കണം കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും അൽഹംദുലില്ലാ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിക്കാം. സമയത്തിൻ്റെ ചെറിയ പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഒരു ചോദ്യമെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൈ പൊന്തിക്കാവുന്നതാണ്. ഓക്കെ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എൻ്റെ പേര് ഫാത്തിമ അൻഹ എന്നാണ്. ഞാനിപ്പോൾ 10th പഠിക്കുന്നത്. ഇവിടെ കുറേ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് 2 ചോദ്യങ്ങളാണ് മെയിനായിട്ട് ചോദിക്കാനുള്ളത്. ഒന്ന്, നിങ്ങൾ ഭയങ്കര എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്തത് എന്നാണ്. പിന്നെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് പൈലറ്റ്സ് ആയവരൊക്കെ ഭയങ്കര ഓൽക്ക് മടുപ്പ് വന്നിട്ടുണ്ട്, ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ അതൊക്കെ ശരിക്കുള്ളതാണോ എന്നറിയാനും പിന്നെ അത് ഇങ്ങനെ മടുപ്പുള്ള ആ ഒരു സംഭവം അറിയാനുമാണ്. അതാണ് എൻ്റെ ചോദ്യം. ഒരു പൈസക്കാരന് ഒരു പൈലറ്റ് ആവുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പൈസ ഇല്ലാത്തൊരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി പൈലറ്റ് ആവുക എന്ന് പറയുമ്പം ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളാണ്. അത് ഓവർകം ചെയ്താലേ പറ്റുള്ളൂ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഇതുവരെ ഓവറായിട്ടില്ല. എന്നെ ഒരു CPA ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും അവിടെ നിൽക്കില്ല. CPA ലൈസൻസ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. CPA ലൈസൻസ് കിട്ടി അതിന് ശേഷം എയർലൈൻ ഇൻ്റർവ്യൂ ഉണ്ടാവും, അത് നമ്മൾ അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് എയർലൈൻസിൽ കയറണം. എയർലൈൻസ് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി അവിടെ ആവും. പക്ഷേ ജോലി അവർ പറയും
ടൈപ്പ് റേറ്റിംഗ് എടുത്തോന്ന്. അതായത് നമ്മൾ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന ചെറിയ ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മൾ ഓടിക്കാൻ പോകുന്ന ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എയർക്രാഫ്റ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ട്രെയിനിങ് ഉണ്ട്. അതിനാണ് ടൈപ്പ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് റേറ്റിങ്ങിന് തന്നെ 15 ലക്ഷം, അത് 12 ലക്ഷം തൊട്ടാണ് സ്റ്റാർട്ടിങ്. അത് വേറെ തന്നെ വേണം. അപ്പോൾ ഫിനാൻഷ്യലി ഭയങ്കര എക്സ്പെൻസീവാണ് ഒരു പൈലറ്റ് ആവുക എന്ന് പറയുന്നത്. ഒരു മിനിമം ഒരു 75 ലക്ഷമൊക്കെ വേണ്ടി വരും മിനിമം. ഓക്കെ, ഫുള്ള് കംപ്ലീറ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 75 ലക്ഷം മിനിമം വേണ്ടി വരും. അത് 75ഉം 1 കോടി, 1.5 കോടി, 2 കോടിയൊക്കെ വരുന്നുണ്ട്. 1.5 കോടി വരുന്നത് കാഡറ്റ് പൈലറ്റ് പ്രോഗ്രാമിംഗ് ആണ്. ഞാൻ പോകുന്നത് കൺവെൻഷണലാണ്. കൺവെൻഷണൽ എന്ന് പറയുമ്പം നമ്മളുടെ ഇഷ്ടപ്പെട്ട ഒരു ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്യുക, അവിടെ ഫ്ലൈയിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ലൈസൻസ് കിട്ടുക. അതിനുശേഷം നമുക്കിഷ്ടപ്പെട്ട എയർലൈൻസിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും. പക്ഷെ അത് ടൈപ്പ് ട്രെയിനിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ എക്സ്പെൻസസും കാര്യങ്ങളും ഇപ്പോൾ എങ്ങനെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കും വലിയൊരു ഐഡിയ ഒന്നുമില്ല. ഉമ്മ പറഞ്ഞ് നമുക്ക് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല ഈ ഒരു മേഖലയിലോട്ട് പോകുന്നത്. അത് ഇതുവരെ ഇപ്പോൾ ഈ ഒരു നിലയിൽ എത്തിയത് കുറേ ആൾക്കാരുടെ സപ്പോർട്ടുകളുണ്ട്. പിന്നെ പഠിച്ചോണ്ട് എന്തൊക്കെയൊരു ബർക്കത്തിനാലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ എന്തായാലും മുന്നോട്ട് ഇറങ്ങുക, പൈസയൊക്കെ പുറകെ വന്നോളും എന്നാണ്, ഒരു പുഴ പോലെ വരും എന്നാണ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുവരെ എനിക്ക് കുറേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം, നീ ഇപ്പോൾ 10ലല്ലേ പഠിക്കുന്നത്? ഓക്കെ, നിനക്ക് ഇനി 2 വർഷം കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിനക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് പൈലറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൻസിൽ പോകേണ്ടി വരും, എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റ് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിൽ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അത് 162 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണ്ടി വരും. ഹൈറ്റ് മെയിൻ ഇഷ്യൂ ആണ്. ഇവിടെ ആണോ പെണ്ണോ അങ്ങനെയൊന്നുമില്ല, രണ്ടാൾക്കും സെയിം ഹൈറ്റാണ് വരുന്നത്. 162 ഓർ 163 സെൻറ്റിമീറ്റർ. പിന്നെ വേറെ കുറേ എക്സാംസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ മെഡിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഇത്തിരി പാടാണ്, കാരണം എയർഫോഴ്സാണ് വരുന്നത്. അപ്പോൾ അത് രാജ്യത്തിന് വേണ്ടി പോരാടി നടക്കുന്നൊരു സംഭവമാണ് എയർഫോഴ്സ് എന്ന് പറയുന്നത്. രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഫൈറ്റർ പൈലറ്റ് ആവുക, ഫൈറ്റ് ചെയ്യുന്നൊരു പൈലറ്റാണത്. ഓക്കെ, അപ്പോൾ ഫൈറ്റർ പൈലറ്റ് ആവാൻ അതായത് പഠിച്ചാൽ മെഡിക്കൽസും കാര്യങ്ങളും ഒക്കെ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ഒരു ഫൈറ്റർ പൈലറ്റ് ആവാൻ പറ്റും. അതിൽ റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് നിനക്ക് ഈ ഒരു കൊമേഴ്ഷ്യലിലോട്ട് വരാൻ പറ്റും. കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ സാധാരണ ഈ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിലെ പൈലറ്റ്സിനാണ് ഈ ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ പൈലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും റിട്ടയർമെൻറ്റിന് ശേഷം. പിന്നെ എഡ്യൂക്കേഷൻ ലോൺ അവൈലബിൾ ആണ്, ലോൺ എടുത്ത് പോവാം. ലോണ് പാരൻസ് അലൗഡ്, അതായത് പാരൻസ് സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കുറേ മാർഗ്ഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുറികളൊക്കെ ഉണ്ടാവുമല്ലോ, അത് മൊത്തത്തിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഓരോ ടൈം പിടിച്ചേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഓക്കെ, ഞാൻ ഈ 2 വർഷം കൊണ്ട് തന്നെ ഒരു പൈലറ്റ് ആവും, അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ഞാൻ പൈലറ്റ് ആവുമോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൈസ ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ 1 വർഷമോ അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു സീപ്പ് ലൈസൻസ് കിട്ടാൻ പറ്റും. പക്ഷേ പൈസ ഇല്ലാത്ത ടീംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം എൻ്റെ നാട്ടിലെന്ന് പറയുമ്പം കുറേ കുറികൾ നടത്തുന്നതാണ്. വലിയ ആൾക്കാർ കുറേ കുറികളിൽ എത്രത്തോളം മെമ്പേഴ്സ് കൂടുന്നു അതിനനുസരിച്ച് പൈസ വലിയ കുറികളുണ്ടാവും. അപ്പോൾ കുറികളിലൊക്കെ ഉമ്മയും ഉപ്പയും അവരൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഞാനിപ്പം കുറച്ച് ക്ലാസ്സിനൊക്കെ പോവാറുണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സപ്പോർട്ടീവായിട്ട് എനിക്ക് കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഉമ്മാൻ്റെ പണ്ടൊക്കെ പോയിണ്. എനിക്കും വേണ്ടി ഉമ്മ സ്പെൻഡ് ചെയ്തതാണ്. ഉമ്മാൻ്റെ ഇത്താത്തൻ്റെയും ഗോൾഡൊക്കെ വിറ്റ്, അപ്പോൾ അതിലൊക്കെയാണ് ഈ ഒരു നിലയിലെത്തിയത്. ഇനിയും എനിക്ക് 3rd ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാനുണ്ട്. അതെങ്ങനെ അടക്കുക എനിക്ക് അറിയില്ല. ഇൻഷാ അല്ലാഹ് പഠിച്ചവന് അടക്കാനുള്ള ഒരു വകുപ്പൊക്കെ ഉണ്ടാക്കി തരട്ടെ. പിന്നെ എന്തെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും? ഫിദ, ഞാൻ നിലമ്പൂരിൽ നിന്ന് വരികയെന്ന് പറഞ്ഞല്ലോ. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയി നിഷാ മിസ്സിനെ, നമ്മളെ ക്ലാസ് ടീച്ചറാണ്, നിഷാ മിസ്സിനെ കാര്യം പറഞ്ഞിട്ട് അസ്ലം സാറാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്നത്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഡിഗ്രി 3rd ഇയർ ആണ് പഠിക്കണത്, BBA. അപ്പോൾ ഒരുപാട് ടൈം ലേറ്റ് ആയിണെന്ന് അറിയാം. ഞാൻ എയർഫോഴ്സിനാണ് നോക്കിയത്, കാരണം എൻ്റെ ടൈം ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് അതിന് പോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്താണ് എയർഫോഴ്സിൽ പോവാതെ ഈ പൈലറ്റിലോട്ട് വന്നത്? കാരണം പൈലറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസ് ആയ കാര്യമല്ലേ.
ഈ എയർഫോഴ്സ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ അങ്ങനെ പോകാൻ പറ്റുന്ന ഇതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു പൈലറ്റ് ഫീൽഡിലേക്ക് വന്നത്, മീൻസ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ഫീൽഡിലേക്ക്? ഞാനത് വരാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ഹൈറ്റ് റിക്വയർമെൻറ്റ് അത്ര ഉണ്ട്. ഒരു ഫൈറ്റർ പൈലറ്റ് ആവാൻ 162 ഓർ 163 സെൻറ്റിമീറ്റർ വേണം. ഞാൻ അത്ര ഇല്ല, ഞാൻ 155 156 സെൻറ്റിമീറ്റർ അത്ര വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ കഴിയൂല. പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ, ആ ഒരു സമയത്ത് ഹൈറ്റിനെ കുറിച്ച് എനിക്ക് വല്ലാതെ അറിയില്ലായിരുന്നു. ഞാൻ ഉമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എയർഫോഴ്സ് വഴി ഒരു ഫൈറ്റർ പൈലറ്റ് ആവാം, നിങ്ങൾ സമ്മതിക്കുമോ ചോദിച്ചു. ഉമ്മ പറഞ്ഞ് അങ്ങനെ പോകണ്ടെങ്കിൽ ഇങ്ങനെ പോവുകയാണെന്നൊരു വ്യക്തി പറഞ്ഞു. അതായത് മറ്റേന്ന് പറയുമ്പം രാജ്യത്തിന് വേണ്ടി നമ്മളൊരു ഫൈറ്റർ പൈലറ്റ് ആവുമെന്ന് പറയുമ്പം അവിടെ മരണം എപ്പോഴും സംഭവിക്കും. പക്ഷേ എന്നാലും നമ്മളുടെ ഒരു പാരൻസിൻ്റെ ഒരു പേടി ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു നമ്മളുടെ സ്വന്തം മകനെ ഒരു പട്ടാളത്തിൽ ജോയിൻ ചെയ്യുക പറയുമ്പം ചെറിയ പേടി എന്തായാലും ഉണ്ടാവും. മാതാപിതാക്കൾക്ക് എന്തായാലും ഉണ്ടാവും. ആ ഒരു പേടി ഉമ്മക്ക് ഉണ്ടായിരുന്നു. പക്ഷെ മരണം എപ്പോഴും സംഭവിക്കും. പിന്നെ അത്രയും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ പോവുക. പിന്നെ ഒരു ക്വസ്റ്റ്യന്, അതല്ല ഇനിയിപ്പം നമ്മളിതെല്ലാം പഠിച്ചു, ഇത്രയും എക്സ്പെൻസ് ഒക്കെ കൊടുത്തിട്ട് ഇത്രയും കോസ്റ്റ് ഒക്കെ കൊടുത്ത് പഠിച്ചിട്ട് നമുക്കിത് ഈ ജോബ് കിട്ടുന്ന ഒരു ഉറപ്പ് നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ടോ? അത് ഒരു വലിയൊരു ചോദ്യമാണ്. ഇത്രയും കോസ്റ്റ് ഒക്കെ കൊടുത്ത് പഠിക്കുകയല്ലേ, അപ്പം കിട്ടുന്ന നമ്മുടെ സ്കില്ലിനനുസരിച്ചാണോ അത് സ്കില്ലിനനുസരിച്ച് തന്നെയാണ്. അതായത് ഞാൻ പോകുന്നത് കൺവെൻഷണൽ പ്രോഗ്രാം. കാഡറ്റ് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ കീഴിൽ തന്നെ തിയറിയും ഫ്ലൈയിങ്ങും പിന്നെ അവരുടെ കീഴിൽ തന്നെ ആയിരിക്കും ജോലി നേടുക, കാഡറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ കൺവെൻഷണൽ അങ്ങനെയല്ല. കൺവെൻഷണൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്യണം, അവിടെ ഫ്ലൈയിങ് കംപ്ലീറ്റ് ചെയ്യണം. അതിന് ശേഷം എയർലൈൻസ് ഇൻ്റർവ്യൂ ഇങ്ങനെ പൈലറ്റ്സിനെ ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പേഴ്സണലി മെയിൽ ചെയ്തിട്ട് അവർ വിളിക്കും. ഇപ്പം ഭയങ്കര ഹൈ കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു ഫീൽഡാണ് പൈലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം മൊത്തം ഇത് തന്നെയല്ലേ, കുറേ പൈലറ്റ്സ് റീൽസൊക്കെ കണ്ടിട്ട് കുറേ കുട്ടികൾ ഇത് വരുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈലറ്റ്സിന് ആവശ്യമുണ്ട്. പക്ഷേ ഇത്രയും ബൾക്കായിട്ടുള്ള പൈലറ്റ്സ് പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്ഷമ വേണ്ടി വരും. ജോലി കിട്ടും, പക്ഷേ ഇത്തിരി വർഷം പിടിക്കും. അതിപ്പം ഒരു വർഷമായിരിക്കാം, ചിലപ്പം പെട്ടെന്ന് കിട്ടും, പറയാൻ പറ്റില്ല. നമ്മളുടെ ലക്കിനനുസരിച്ചാണ്. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം 3 വർഷം 4 വർഷം. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വപ്നം അത്രയും ഡ്രീം ചെയ്ത് വരുന്ന ആളുകളാണ് ഒരു പൈലറ്റ്സ് ആവുക എന്ന് പറയുന്നത്. പിന്നെ പൈലറ്റിൻ്റെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ഒന്നും അല്ല. അതായത് എന്ത് എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമ്മളുടെ തലയ്ക്കകരം ഇടുക. ഇപ്പം പൊതുവേ കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ഫ്ലൈറ്റ് ക്രാഷ്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ കോ പൈലറ്റ് ഒരു പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ ഒരു പെണ്ണല്ലേ പെണ്ണിനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പെണ്ണെന്നോ ആണെന്നോ കോക്പിറ്റ് ഫ്ലൈറ്റിന് അറിയില്ല. അപ്പോൾ അത് നമ്മളുടെ സ്കില്ലിനനുസരിച്ചാണ്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിൽ പാസ്സായി കയറണമെന്നുണ്ടെങ്കിൽ അവർ പല ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എവിടുന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ വിഷയത്തൊന്നും ഒരു ഫ്ലൈയിങ് റിലേറ്റഡ് ആയിട്ടോ എവിടുന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ അവർ പറയും 2 ഇഞ്ചിന് പോയി എന്താ കാട്ടുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് നമ്മൾ പറയണം. അതൊക്കെ നമ്മളുടെ നോളജും സ്കില്ലും ഒക്കെ അനുസരിച്ചാണ് നമ്മളുടെ ആ ഒരു ആൻസർ ഇത് വരിക. നമുക്ക് നോളജ് ഉണ്ടോ സ്കില്ലുണ്ടോ നമുക്ക് ജോലി എന്തായാലും കിട്ടും. പക്ഷെ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ പേഴ്സണലി പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സാമൊക്കെ എഴുതാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കണ്ടാൽ എൻ്റെ മനസ്സിലാവും ചെറിയ കുട്ടിയാണ്, ഇത്രയും ചെറിയ കുട്ടിയാണ് ഒരു ഫ്ലൈറ്റ് ഓട്ടാൻ പോകുന്നതെന്നൊക്കെ ആലോചിക്കും. അപ്പോൾ ഞാൻ എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് എന്നെ കാട്ടി വലിയ ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത് എക്സാമൊക്കെ എഴുതാൻ. അതായത് ഒരു എക്സാം ഉണ്ടായിരുന്നു, RTR പറഞ്ഞൊരു സബ്ജക്റ്റ്. അത് റേഡിയോ ടെലിഫോണി റെസ്ട്രിക്റ്റഡിൻ്റെ ഒരു ലൈസൻസാണ്, കമ്മ്യൂണിക്കേഷൻ ലൈസൻസിൻ്റെ ഒരു എക്സാമാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് ലാംഗ്വേജിലാണ്. ആ ലാംഗ്വേജ് ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, ഓരോ മെത്തേഡ്സ് ഉണ്ട്. ഓരോ ടോപ്പിക്കായിട്ട് പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഓരോരോ ടോപ്പിക് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ടഫായിരുന്നു RTRൻ്റെ സബ്ജക്റ്റ്. അതിലൊക്കെ എന്നെക്കാട്ടി വലിയ ആൾക്കാരൊക്കെ എന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഞാൻ RTR ഫസ്റ്റ് ടൈം എഴുതി, അത് ഫ്രണ്ട്സിൻ്റെ കൂടെ ജസ്റ്റ് ഒരു മോഡൽ അറിയാൻ പോയി, അന്ന് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ സെക്കൻഡ് ടൈം പോയപ്പോൾ ഞാൻ സെൽഫ് പ്രിപ്പയർ ചെയ്ത് വെല്ലായിട്ട് പോയി. അൽഹംദുലില്ലാ. ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കാട്ടിലും വലിയ ആൾക്കാരാണല്ലോ ഈ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ എക്സാമും ഉണ്ട്, പിന്നെ പാർട്ട് 2 ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ 2 ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിക്കും. 2 സെക്ഷൻ ഉണ്ട്. ആ 2 സെക്ഷനിൽ പാസ്സായാലും നമുക്കിത് കിട്ടുള്ളൂ. എൻ്റെ നാട്ടിൽ വലിയ ആൾക്കാർ മറ്റേ ഇൻസൈഡൊക്കെ ചെയ്ത് ഫോർമൽ ഡ്രസ്സൊക്കെ വരികയാണെന്ന് നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ. അത് വിശ്വസിക്കാം. നമ്മൾ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാം. പിന്നെ താങ്ക് യു സോ മച്ച്.
താങ്ക് യു മറിയം ജുമാന. ഇനിയും കൂടുതൽ ആകാശങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മറിയം ജുമാനക്ക് MSF സംസ്ഥാന കമ്മിറ്റിയുടെ സ്നേഹോപഹാരം കൈമാറ്റം ചെയ്യുവാനായി MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.